എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 77 ഈ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? ഡ്രോ എ റെഗുലർ ഒക്ടഗൺ. ഒക്ടഗൺ എന്ന് പറയുന്നത് എന്താണ്? 8 സൈഡുകളുള്ളത് അല്ലേ. ഓഫ് സൈഡ്സ് 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ വശത്തിന്റെ നീളമുള്ള, വശങ്ങളുടെ നീളമുള്ള ഒരു എന്ത് വരയ്ക്കണം? ഒരു റെഗുലർ ഒക്ടഗൺ വരയ്ക്കണം. അപ്പോൾ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 8 വശമുള്ളതാണെന്ന് അറിയാം. അത് അതിന്റെ വശങ്ങളുടെ നീളം തുല്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഒക്ടഗണിന്റെ മൊത്തം ആംഗിൾ എത്രയാണ്? അതായത് ടോട്ടൽ ആംഗിൾ എത്രയാണ്? നമുക്ക് ടോട്ടൽ ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാറ്? n-2 × 180 അല്ലേ. 2 × 180. ഇവിടെ 8 സൈഡാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് വരും? n-2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ. അപ്പൊ 6 × 180. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1080 അല്ലെ. 1080 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പൊ ഇത് ടോട്ടൽ ആംഗിൾ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 1 ആംഗിൾ = 1080 ബൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 സൈഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 ഒരു പ്രാവശ്യം, ബാക്കി 28 അല്ലെ. 3 24 അല്ലെ. അപ്പൊ 3 പിന്നെ 5. അപ്പൊ നമുക്ക് 135 ഡിഗ്രി ആയിരിക്കും ഒരു ആംഗിളിന്റെ അളവ്. ഓക്കെ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ പറ്റും. ഒരു സൈഡിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 3 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നാം ആദ്യം എന്ത് വേണം? 3 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ നമ്മൾ വരയ്ക്കാം. അപ്പൊ ഞാനത് കൃത്യമായിട്ട് 3 സെന്റിമീറ്ററിൽ ആദ്യം ഒരു ലൈൻ വരച്ചു. ഓക്കെ. ഇനി എന്ത് വേണം നമുക്ക് നോക്കിയാൽ ഇതിന്റെ ആംഗിൾ. അതായത് ഇപ്പൊ നമുക്കറിയാം, നോക്കിയാൽ ഒക്ടഗൺ എന്ന് പറഞ്ഞാല് 8 സൈഡുകൾ അല്ലേ. അപ്പൊ ഏറെക്കുറെ ഇതേ ഷേപ്പ് അല്ലേ. 8 സൈഡുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഏറെക്കുറെ ഒക്ടഗന്റെ ആകൃതി അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ 3 സെന്റിമീറ്റർ ഈ ലൈൻ വരച്ചു. ഇനി നമുക്കറിയാം ഈ ഒരേ ആംഗിൾ എത്ര വെച്ചായിരിക്കും? ഒരേ ആംഗിൾ 135 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? 135 ഡിഗ്രി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ നമ്മൾ വരയ്ക്കുക, ഈ സൈഡ് വരയ്ക്കുക. അങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ 135 വരച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്ടഗൺ കിട്ടും. ഇനി നമ്മൾ നോക്കിയാൽ പ്രൊട്രാക്ടർ എടുത്തു, കൃത്യമായിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകും? നമ്മൾ 135 ഡിഗ്രി അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് 135 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുന്നു. 120, 130, 135 ഡിഗ്രി. ഇവിടെ 135. അപ്പോൾ ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണം? ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ഒന്നുകിൽ നമ്മൾ ഇത് മുഴുവൻ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് 3 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്ത് എടുത്താൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? വരയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് വരയ്ക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യാം. ഒന്നുകിൽ ഇത് കൂട്ടി യോജിപ്പിക്കുക, അതിനുശേഷം 3 സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അല്ലെ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് 2 പോയിന്റ് കൃത്യമായിട്ട് വെച്ചു. ഇനി ഇവിടെ 1, 2, 3 ഞാൻ ഇവിടുന്ന് കൃത്യമായിട്ട് 3 സെന്റിമീറ്റർ തന്നെ വരച്ചു. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും 135 ഡിഗ്രി ഇവിടെ നിന്ന് 135 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാനിവിടെ നോക്കിയത് പ്രൊട്രാക്ടർ കൃത്യമായിട്ട് പോയിന്റ് വെച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് 135 ഡിഗ്രി അല്ലേ. അപ്പൊ 100, 110, 120, 130, 135 ഡിഗ്രി ഇവിടെയാണ് പോയിന്റ്. ഞാനത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ കൃത്യമായിട്ട് ഇവിടുന്ന് 3 സെന്റിമീറ്റർ എടുക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതല്ലെങ്കിൽ നീളത്തിൽ വരച്ചിട്ട് 3 സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അല്ലെ. ഞാൻ ചെയ്യുന്നത് 1, 2, 3 ഞാൻ കൃത്യമായിട്ട് 3 സെന്റിമീറ്റർ തന്നെ എടുത്ത് വരച്ചു. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് അടുത്ത 135 അല്ലെ. അടുത്ത 135. ഓക്കെ. പ്രൊട്രാക്ടർ കൃത്യമായിട്ട് ഈ പോയിന്റിൽ വെച്ചു. ഇനി ഇവിടെ നിന്ന് 135 ഡിഗ്രി അല്ലേ. 100, 120, 130, 135 ഡിഗ്രി ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കൂട്ടി 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ഞാനിവിടെ നിൽക്കിയത് കൃത്യമായിട്ട് 3 സെന്റിമീറ്റർ തന്നെ വരച്ചുള്ളൂ. കണ്ടില്ലേ? ഇത്ര ഇങ്ങോട്ട് നീട്ടിയില്ല. 3 സെന്റിമീറ്റർ വെച്ച് ഞാൻ നിർത്തി. ഇപ്പൊ നമ്മൾ കണ്ട ഇവിടെ 135 എടുത്തു, ഇത് 135 എടുത്തു, ഇത് 135 എടുത്തു അല്ലെ. ഇനി നമുക്ക് ഏത് വേണം? ഇവിടെ 135 എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 135 എടുക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊട്രാക്ടർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഈ ലൈനിന് 135 എടുക്കണ്ട. അപ്പൊ ഇവിടെ തന്നെ കൃത്യമായിട്ട് വെക്കുക. പ്രൊട്രാക്ടർ വെക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ വരയും തെറ്റിപ്പോ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് വെച്ചു അല്ലെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് 135 ഡിഗ്രി. എവിടെയാണ് 135? 130, 135 ഡിഗ്രി. ഇവിടെയാണ് ഈ പോയിന്റ്. ഓക്കെ. അപ്പൊ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് കൃത്യമായിട്ട് 3 സെന്റിമീറ്ററിന് വരയ്ക്കണുള്ളൂ. 5, 3, 8 ഞാൻ കൃത്യമായിട്ട് 3 വരച്ചിട്ടുള്ളൂ. ഇവിടെ നീട്ടിയെടുക്കണില്ല. അപ്പൊ ഇത് വരച്ചു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് 135 ഡിഗ്രി. അപ്പൊ ഇവിടെ നിന്ന് 135 ഡിഗ്രി. പ്രൊട്രാക്ടർ കണ്ട കൃത്യമായിട്ട് വെച്ചു. കണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് 135 അല്ലേ. അപ്പൊ 100, 135, 130, 135 ഈ പോയിന്റ്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് 3 സെന്റിമീറ്റർ എത്തിയപ്പോൾ നിർത്തി. കണ്ടല്ലോ. ഓക്കെ.
അപ്പോൾ നമ്മൾ ഇത് വരച്ചു അല്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് 135 ഡിഗ്രി അല്ലേ. അപ്പോൾ 135 മെഷർ ചെയ്തോ. 110, 120, 130, 135 ഡിഗ്രി. ഇവിടെയാണ് പോയിന്റ് വരാം. അപ്പോൾ ഞാൻ അദ്ദേഹം 3 സെൻറ്റിമീറ്ററിൽ യോജിപ്പിച്ചു അല്ലേ. നീട്ടി വരക്കുക, അതിനുശേഷം 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഇവിടെ ആംഗിൾ എടുക്കണോ? വേണ്ട, നമുക്ക് ഈ 2 പോയിന്റുകൾ നിൽക്കുന്നുണ്ട് അല്ലേ. ഈ 2 പോയിന്റും കൂടി അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കൂട്ടി യോജിപ്പിച്ചു. കണ്ടല്ലോ, ഇതാണ് ഈ പറഞ്ഞ 3 സെൻറ്റിമീറ്റർ. ഓരോ വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ. ഈ ആംഗിൾ എത്രയാണ്? 135 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിളും 135 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള റെഗുലർ ഒക്ടഗൺ. ഇനി എന്താണ് നമ്മുടെ 4ാമത്തെ ചോദ്യം നോക്കിയേ. 4ാമത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഡ്രോ എ റെഗുലർ ഒക്ടഗൺ വിത്ത് ഓൾ വെർട്ടിക്സ് ഓൺ ദിസ് സർക്കിൾ. ഇവിടെ എന്താണ് വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. ഈ സർക്കിളിൽ എന്തായിരിക്കണം? ഒരു റെഗുലർ ഒക്ടഗൺ വരയ്ക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് സർക്കിൾ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇതിന്റെ അളവ് തന്നിട്ടുണ്ടായുള്ളൂ. അപ്പൊ നമ്മൾ ഈ രൂപത്തിൽ വരച്ചു. ഇനി നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് ഈ റെഗുലർ ഒക്ടഗണിന്റെ ഈ എല്ലാ മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്യണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 3 സെന്റിമീറ്റർ റേഡിയസ് ഒരു സർക്കിൾ വരയ്ക്കാൻ അറിയാം അല്ലെ. ഇപ്പൊ നമ്മൾ റഫായിട്ട് നോക്കിയാൽ ഇവിടെ ഇപ്പൊ ഞാനൊരു സർക്കിൾ വരച്ചു. ഇത് റഫായിട്ട് വരയ്ക്കണം, ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി നാം എന്ത് വേണം? ഇതിൽ ഒരു ഒക്ടഗൺ വരയ്ക്കണം അല്ലെ. ഒക്ടഗൺ നമുക്ക് വരയ്ക്കണം. അതായത് ഏറെക്കുറെ ഇങ്ങനെ വരും ഫിഗർ. ഒക്ടഗൺ എല്ലാ മൂലകളും എന്ത് വേണം? ഈ സർക്കിളിൽ ടച്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കും? നമുക്ക് ഇതിന്റെ അളവ് അറിയോ? ഈ വശത്തിന്റെ നീളം അറിയില്ല അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഒരു വേറൊരു പണിയുണ്ട്. നമ്മളിവിടെ ഈ ഓപ്പോസിറ്റ് കോർണറുകളൊന്നും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക. ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എത്ര ത്രികോണങ്ങൾ കിട്ടും? 8 ത്രികോണങ്ങൾ കിട്ടും അല്ലെ. 8 ത്രികോണങ്ങൾ കിട്ടും. ഈ ത്രികോണത്തിൽ ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും? നമുക്കറിയാം മൊത്തം ആംഗിൾ, അതായത് ഒരു സർക്കിളിന്റെ, അപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് സർക്കിൾ എത്രയാണ്? നമുക്കറിയാം 360 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആംഗിൾ വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ. ഇത് റെഗുലർ ഒക്ടഗൺ ആണ് അല്ലെ. അപ്പൊ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? അപ്പൊ 1 ആംഗിൾ എത്രയായിരിക്കും? 360നെ നാം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 350/8 എന്ന് പറഞ്ഞാല് 45 അല്ലെ. അപ്പൊ 45 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ഒരു ആംഗിൾ 45 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ എല്ലാ ആംഗിളും 45 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആദ്യം ഈ പറഞ്ഞ അളവിൽ ഒരു സർക്കിൾ വരച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഓരോ 45 ഡിഗ്രിയിൽ ഇങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അല്ലെ. എന്നിട്ട് അവസാനം ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന അളവിലുള്ള ഒരു ഒക്ടഗൺ കിട്ടി. അപ്പൊ ഞാൻ കോമ്പസിൽ കൃത്യമായിട്ട് 3 സെന്റിമീറ്റർ എടുത്തു അല്ലെ. ഇനി 3 സെന്റിമീറ്റർ അളവിൽ ഞാൻ ആദ്യം സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സർക്കിൾ വരച്ചു അല്ലെ. ഇനി നോക്കിയേ, നമുക്ക് ഈ ഓരോ ആംഗിളും 45 ഡിഗ്രി വെച്ച് വരച്ചാൽ മതി അല്ലെ. അപ്പൊ നമ്മൾ സർക്കിളിന്റെ സെന്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സർക്കിളിന്റെ സെന്റർ. അപ്പൊ ആദ്യം നമുക്ക് ഒരു പണിയാം. ഇതും ഈ സർക്കിളും തമ്മിൽ ആദ്യം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രി മെഷർ ചെയ്യാം. അതെ, പ്രൊട്ടാക്ടർ കൃത്യമായിട്ട് വെച്ചു. ഇനി 45 ഡിഗ്രി അല്ലെ. 10, 20, 30, 40, 45 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ കൂട്ടി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാനിവിടെ വരച്ചു പോയി. നമുക്കിത് എന്ത് ചെയ്യാം? ഡോട്ടഡ് ലൈൻ ഇട്ടാൽ മതി. കാരണം ഇത് നമുക്ക് ആവശ്യമില്ല, കൃത്യമായിട്ട് ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഈ ഒക്ടഗൺ മാത്രം അല്ലെ. അതുകൊണ്ട് ഇത് നമ്മൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഡോട്ടഡ് ലൈനായിട്ട് വരച്ചാൽ മതി. ഞാനിവിടെ വരച്ചു പോയി, ഇനിയിപ്പോൾ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊന്ന് ഡോട്ടഡ് ലൈനായിട്ട് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. കണ്ടല്ലോ ഈ പോയിന്റ് അല്ലേ. അപ്പൊ ഇത് സർക്കിളിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. പുറത്തേക്ക് നമുക്ക് വേണ്ട, ഈ സർക്കിളിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടില്ലേ, ഇവിടെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് വീണ്ടും ഒരു 45 ഡിഗ്രി എടുക്കാം. ഈ വരച്ച ലൈനിൽ നിന്ന് വീണ്ടും ഒരു 45 ഡിഗ്രി. അപ്പോൾ ഓക്കെ, ഇതേ പ്രൊട്ടാക്ടർ കൃത്യമായിട്ട് ഈ ലൈനിൽ വെച്ചു. ഇപ്പൊ വരച്ച ലൈനിൽ വെച്ചു. ഇനി ഇവിടെ 45 ഡിഗ്രി അല്ലേ. അപ്പൊ 40, 45 ഡിഗ്രി. ഇവിടെ ഞാൻ പോയിന്റ് ഇതേ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. അപ്പൊ ഇങ്ങോട്ട് പുറത്തേക്ക് വരയ്ക്കേണ്ട, നാം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ ഡോട്ട് ലൈൻ ഇട്ടും ഇവ തമ്മിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് വീണ്ടും 45 ഡിഗ്രി അല്ലേ. ഓക്കെ, 10, 20, 30, 40, 45 ഡിഗ്രി. ഇവിടെയാണ് പോയിന്റ്, ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇവ തമ്മിൽ യോജിപ്പിച്ചു. ഓക്കെ, ഇനി എന്തുവാണ്? നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും 45 ഡിഗ്രി. ഓക്കെ,
ഇതേ 10, 20, 30, 40, 45 ഡിഗ്രി. ഇതേ 45. ഓക്കെ, അവ തമ്മിൽ ഇതേ കൂട്ടി യോജിപ്പിച്ചു അല്ലേ. ഇനി എന്ത് ചെയ്യും നമുക്ക് വീണ്ടും 45 ഡിഗ്രി. അപ്പോൾ ഈ ലൈൻ അല്ലേ ഇവിടെ 45 ഡിഗ്രി, 30, 40, 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അവ തമ്മിൽ യോജിപ്പിച്ചു അല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും 45 ഡിഗ്രി. അപ്പം നിങ്ങൾക്ക് ഇത്രയും വരച്ചതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഓരോന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 45 വരച്ചു പോകണ്ട. കണ്ടില്ലേ, 8 തുല്യവശങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 45 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കിയേ, പിന്നെ ഇവിടെ ഒരു 45 ഡിഗ്രി, ഈ ലൈൻ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ടാ, ഇനി ഈ ലൈൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി, ഈ ലൈൻ തന്നെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ 2 അളവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, ഈ അളവുകൾ തമ്മിൽ അത് ഒക്ടഗൺ ആയതുകൊണ്ട് 8 കോണുകളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സൈഡ് തന്നെ ഇങ്ങനെ നീട്ടി കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഓരോന്നിനും 45 ഡിഗ്രി വെച്ച് എടുക്കേണ്ട കാര്യമില്ല. ഇനി നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക. ഇത് ഞാൻ നീട്ടി കൊടുത്തു, കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യാം, ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടി കൊടുക്കാം. അപ്പൊ ആ ലൈനെ നീട്ടിക്കൊടുത്തു അല്ലെ. ഇനി നാം എന്ത് ചെയ്യണം, ഈ സർക്കിളിൽ അല്ലെ ഈ ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ അല്ലെ, അപ്പൊ അവ തമ്മിൽ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ 1 ഇനിയിപ്പോ തമ്മിൽ യോജിപ്പിക്കുന്നു, 2 ഇനിയിപ്പോ തമ്മിൽ യോജിപ്പിക്കുന്നു, ഈ 2 സൈഡും യോജിപ്പിച്ചു, ഈ 2 സൈഡും യോജിപ്പിച്ചു, ഈ പോയിന്റ് യോജിപ്പിച്ചു, ഈ 2 പോയിന്റുകൾ യോജിപ്പിച്ചു, ഈ 2 പോയിന്റുകൾ യോജിപ്പിച്ചു. കണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ. 8 വശങ്ങളുള്ള എന്ത് കിട്ടി നമുക്ക്, ഒരു റെഗുലർ ഒക്ടഗൺ കിട്ടി അല്ലെ. ഇതിന്റെ റേഡിയസ് എത്രയാണ്, സെന്റിമീറ്റർ. അപ്പൊ ഇത് വരയ്ക്കേണ്ട വിധം മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലെ 5ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? ദി പിക്ചർ ബിലോ ഷോസ് എ റെഗുലർ ഹെക്സഗൺ ആൻഡ് എ ട്രയാങ്കിൾ ജോയിനിങ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് വെർട്ടെക്സ്. അതായത് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിനെന്താണ് തന്നിട്ടുള്ളത്, ഒരു സമഷഡ്ഭുജം അല്ലെ. സമഷഡ്ഭുജം, ആ സമഷഡ്ഭുജത്തിന്റെ ഒന്നിടവിട്ട മൂലകൾ, അതായത് ഈ മൂല കഴിഞ്ഞാൽ പിന്നെ ഈ മൂല അല്ലെ, അങ്ങനെ ഒന്നിടവിട്ട മൂലകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. ഇനി നാം എന്ത് ചെയ്യണം, ഈസ് ദിസ് ആൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ വൈ, അതായത് ഇത് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണോ, അതായത് സമഭുജ ത്രികോണമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതൊരു സമഭുജ ത്രികോണമാണോ? അപ്പൊ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, അതിന്റെ 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും അല്ലെ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങൾ ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം 3 വശങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ 3 കോണുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു കോണിന്റെ അളവ് എത്ര വരും, മൊത്തം 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അത് 3 ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം 180/3 അല്ലെ. എത്ര ഡിഗ്രി വരും, 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും 60 ഡിഗ്രി വരണം അല്ലെ, സമഭുജ ത്രികോണമാണെങ്കിൽ. അപ്പൊ നാം എന്ത് ചെയ്താൽ മതി, ഈ 3 കോണിന്റെ അളവും 60 ഡിഗ്രി വെച്ചാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഇത് ഒരു സമഭുജ ത്രികോണമാണ് അല്ലെങ്കിൽ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നാം എന്ത് ചെയ്യാൻ പോകുന്നു, ഈ 3 ആംഗിളുകളും 60 ഡിഗ്രി വെച്ചാണ് എന്നാണ് നാം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയേ. അപ്പൊ ഞാൻ ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ABCDEF എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതിലേതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കാം. ഇവിടെ നോക്കി, ഞാനിപ്പോൾ ABC എന്ന് പറഞ്ഞ ത്രികോണം എടുക്കുന്നു. അപ്പൊ നമുക്ക് എഴുതാം കൺസിഡർ ട്രയാങ്കിൾ ABC. അതായത് ത്രികോണം ABC നാം പരിഗണിച്ചാൽ ഇവിടെ നോക്കിയാൽ ഇതിന്റെ വശങ്ങൾ 3 വശങ്ങൾ, ഒന്ന് AB, അടുത്തത് BC, അടുത്തത് AC അല്ലെ. ഇവിടെ നമുക്ക് ഈ AB എന്ന് പറഞ്ഞ വശവും BC എന്ന് പറഞ്ഞ വശവും അതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് പ്രത്യേകത, ഈ 2 വശങ്ങളും ഈക്വൽ ആണ് അല്ലെ. എന്താണ് കാരണം, ഈക്വൽ ആണെന്ന് പറയാൻ എന്താണ് കാരണം, ഇത് ഒരു എന്താണ് റെഗുലർ ഹെക്സഗൺ ആണ് അല്ലെ. അതായത് ഇത് ഒരു സമഷഡ്ഭുജമാണ്. സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഇതിന്റെ 6 വശങ്ങളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം ഈ ത്രികോണത്തിന്റെ 2 വശങ്ങളും ഈക്വൽ ആണ്, ആണല്ലോ, ആണ്. അപ്പൊ 2 വശങ്ങളും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അവയ്ക്കെതിരെയുള്ള കോണുകളും ഈക്വൽ ആയിരിക്കും. അതായത് ഈ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഇത്, ഈ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള കോൺ ഇത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 2 കോണുകൾ ഈക്വൽ ആവണ്ടേ, ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യ ഇക്കാര്യങ്ങൾ എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ ABC പരിഗണിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലെ.
അതായത് ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എ ബിയും ബി സിയും ഈക്വൽ ആണ് അല്ലെ. എ ബി സീക്വൽ ടു ബി സി. അപ്പൊ എ ബിയും ബി സിയും ഈക്വൽ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് എടുത്ത സിൻസ് എ ബി സീക്വൽ ടു ബി സി, എ ബിയും ബി സിയും ഈക്വൽ ആയി നമുക്ക് എന്ത് പറയാം, അവയ്ക്കെതിരെയുള്ള കോണുകളും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റുള്ള കോൺ ഏതാണ്, സി എ ബി എന്ന് പറയുന്ന കോൺ. ആംഗിൾ സി എ ബി സീക്വൽ ടു ഇതിനെതിരെയുള്ള കോൺ ഏതാണ്, ഈ കോൺ അല്ലെ, അതായത് എ സി ബി, ആംഗിൾ എ സി ബി. അപ്പൊ ഈ കോണും ഈക്വൽ ആണെന്നാണ് നമ്മൾ എഴുതിയത്. അപ്പൊ ഓക്കെ, അത് കഴിഞ്ഞല്ലേ. അപ്പൊ ഈ കോണും ഈക്വൽ ആണ്. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു കോൺ ഉണ്ട് അല്ലെ. ഈ ത്രികോണത്തിലെ ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും? ഈ കോൺ ഒരു റെഗുലർ ഹെക്സഗണിന്റെ കോണാണ് അല്ലെ. നമുക്കറിയാം ഒരു റെഗുലർ ഹെക്സഗണിന് മൊത്തം കോൺ അളവ് എത്രയാണ്? നമുക്കറിയാം n-2 × 180 അല്ലേ. 180 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ്. അപ്പൊ 6 - 2 × 180. അപ്പൊ എത്ര കിട്ടും? 4 × 180. 4 × 180 എത്രയാണ്? 720 അല്ലെ. 720 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര വരും? 1 ആംഗിൾ 720/6 കോണുകളുണ്ട് അല്ലെ. 6 സീക്വൽ ടു 120 ഡിഗ്രി. അതായത് ഒരു റെഗുലർ ഹെക്സന്റെ ഒരു കോണിന്റെ അളവ് 120 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി എത്രയാണ്? 120 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഈ ത്രികോണത്തിലെ ഈ ആംഗിൾ 120 ഡിഗ്രി, ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. അതും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഓരോന്നും എത്ര വെച്ച് വരും? അതായത് ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 നിന്ന് ഈ ആംഗിൾ അല്ലെ, ഇത് നമുക്ക് 120 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 120 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂട്ടിയ കോണളവ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ബി ഈക്വൽ ടു 120 ഡിഗ്രി. അവിടെ വേണമെങ്കിൽ ബാക്കിൽ എഴുതിക്കോ. എന്താണ് എഴുതാ? ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ, അതായത് ഒരു സമഷഡ്ഭുജത്തിലെ ഒരു ആംഗിളിന്റെ ഒരു കോണിന്റെ അളവ്. അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ കോണുകൾ ആംഗിൾ സി എ ബിയും പ്ലസ് ആംഗിൾ എ സി ബിയും, അത് എത്രയായിരിക്കും? നമുക്കറിയാം മൊത്തം 180 ആണ് അല്ലെ. ഒരു ആംഗിളിന്റെ അളവും ഒരു ത്രികോണത്തിന്റെ അളവും 180 ആണ്. അതിൽ നിന്ന് 120 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടി കൂട്ടിയത് കിട്ടും അല്ലെ. അപ്പൊ 180 - 120 എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 60 ഡിഗ്രി അല്ലെ. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ആംഗിളും ഈക്വൽ ആണ് അല്ലെ. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 60 കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓരോ ആംഗിളും 30 ഡിഗ്രി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ സി എ ബി സീക്വൽ ടു 30 ഡിഗ്രി. പിന്നെയോ ആംഗിൾ എ സി ബി സീക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിലെ 3 കോണളവും കിട്ടി അല്ലെ. ഇത് 120, ഇത് 30, ഇത് 30. ഇനി അതേപോലെ നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്തു നോക്കിയേ. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കും അല്ലെ. രണ്ട് സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഈ കോൺ എത്രയായിരിക്കും? ഈ കോൺ 120 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരു ഹെക്സഗണിന്റെ കോണാണ്, റെഗുലർ ഹെക്സഗണിന്റെ കോണാണ്. അതുകൊണ്ട് ഇത് 120. ഇത് എത്രയായിരിക്കും? അപ്പോ ഇത് രണ്ടും എത്രയായിരിക്കും? 30 ഡിഗ്രി വെച്ച് അല്ലെ. അതേപോലെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ആംഗിൾ എത്ര വരും? 30 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ എല്ലാതും എഴുതേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങനെ ചുരുക്കി എഴുതാം. സിമിലർലി ഇൻ ട്രയാങ്കിൾ സി ഡി ഇ, ഈ ട്രയാങ്കിൾ സി ഡി ഇ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ആംഗിൾ ഇ സി ഡി അല്ലെ. ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ആംഗിൾ ഇ സി ഡി സീക്വൽ ടു ആംഗിൾ സി ഇ ഡി. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് എത്ര ഡിഗ്രി വെച്ചായിരിക്കും? ഇത് 30 ഡിഗ്രി വെച്ചായിരിക്കും. അതേപോലെ തന്നെ സിമിലർലി ഇൻ ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ എടുത്ത് നോക്കിയാൽ ഈ ട്രയാങ്കിൾ നമുക്ക് എടുത്ത് നോക്കാം. ട്രയാങ്കിൾ എ ഇ എഫ്, ഈ ട്രയാങ്കിൾ എ ഇ എഫ്, അതിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഈ ആംഗിൾ അല്ലെ. അപ്പൊ ഇ എഫും പിന്നെ ഈ ആംഗിൾ എഫ് ഇ എയും. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ
ഇ എ എഫ് ഈക്വൽ ടു ആംഗിൾ എ ഇ എഫ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ എല്ലാ ചെറിയ ആംഗിളും എത്ര വെച്ച് കിട്ടി? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എല്ലാ ചെറിയ ആംഗിളും നമുക്ക് 30 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലേ? ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 30 ഒക്കെ 30 ഡിഗ്രി. ഇനി നമുക്ക് വേണ്ട ത്രികോണം ഇത് ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് വേണ്ട ഈ ത്രികോണം എടുക്കാം. ആ ത്രികോണത്തിലെ ഓരോ കോണുകളും ഇനി എത്ര ആണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ എഴുതാം ഇൻ ട്രയാങ്കിൾ. നമുക്ക് വേണ്ട ട്രയാങ്കിൾ ഏതാണ്? എ സി ഇ. എ സി ഇ. എ സി എന്ന് പറഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിൾ. ഓക്കെ, അതില് ആംഗിൾ എ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? നമുക്കറിയാം ഈ ആംഗിൾ ഇത് മൊത്തം എത്രയാണ്? 120 ഡിഗ്രി ആണ് അല്ലേ? ഒരു റെഗുലർ ഹെക്സഗന്റെ മൊത്തം ഈ കോണളവ് 120 ഡിഗ്രി. അപ്പൊ ഇത് മൊത്തം 120. അപ്പൊ ഈ കോണളവ് എത്രയായിരിക്കും? 120ൽ നിന്ന് 30 60 കുറച്ചാൽ മതി അല്ലേ? അപ്പൊ 120 മൈനസ് 60. 60 ഡിഗ്രി എവിടെന്നാ നമുക്ക് കിട്ടിയത്? ഇത് 30, ഇത് 30. അപ്പൊ 30 60. അപ്പൊ മൊത്തം 120. അപ്പൊ 120ൽ നിന്ന് നമ്മൾ 60 കുറച്ചാൽ ബാക്കി ഇത് കിട്ടും അല്ലെ? അപ്പൊ 120 മൈനസ് 60 എത്രയാണ്? 60 ഡിഗ്രി. ഇനി ആംഗിൾ സിയോ? ആംഗിൾ സി ഈക്വൽ ടു അതും നമുക്ക് ഇതുപോലെ 120 ഡിഗ്രിയിൽ നിന്ന് 30 60 അല്ലെ? 60 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രി. ഇനി ആംഗിൾ ഇ ഈക്വൽ എന്ത് വരും? അതും 120ൽ നിന്ന് 60 ഡിഗ്രി കുറക്കാം അല്ലെ? അപ്പോൾ നമുക്ക് 60 ഡിഗ്രി കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ത്രികോണത്തിലെ 3 കോണുകളും എത്ര വെച്ചാണ്? 60 ഡിഗ്രി വെച്ചല്ലേ അല്ലെ? അപ്പൊ 60 ഡിഗ്രി വെച്ചാണെങ്കിൽ എന്തായിരിക്കും? ഇത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ അടിയിൽ എന്തെന്ന് എഴുതാൻ നിങ്ങൾ? സിൻസ് ഓൾ 3 ആംഗിൾസ് ആർ 60 ഡിഗ്രി അങ്ങനെ എഴുതി വെക്കാം. സിൻസ് ഓൾ 3 ആംഗിൾസ് ആർ 60 ഡിഗ്രി ഇറ്റ് ഈസ് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഈ ത്രികോണത്തിലെ 3 കോണുകളുടെ അളവ് 60 ഡിഗ്രി വീതം ആയതുകൊണ്ട് ഇത് ഒരു സമഭുജ ത്രികോണമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.